ഇങ്ങനെയൊന്നും അല്ലടാ. ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ളൊരു ലഡുവാണ് ഇന്ന് കാണിക്കുന്നത്. പഞ്ചസാരയും ഒട്ടും തന്നെ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ലഡുവാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ലഡു എന്താ ഇങ്ങനെ ഉരുണ്ടിരിക്കാത്തേന്ന്. അല്ലെങ്കിൽ തന്നെ ഈ പൊടിച്ച് തിന്നുന്ന ലഡു എന്തിനാ ഉരുട്ടി വയ്ക്കുന്നത്, ഇങ്ങനെ കഴിച്ചാൽ പോരെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടൊരു ലഡു എങ്ങനെയാണെന്ന് നോക്കാം. 1 കപ്പ് കടലമാവ് എടുത്തു, അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ ഒന്ന് ഇതുപോലെ കലക്കിയെടുക്കാം. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐഡിയ. നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലൊട്ടും തന്നെ എണ്ണ വേണ്ടാത്തത്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ കടലമാവ് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി ചൂടാറിയിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നേരെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കടലമാവെല്ലാം ഞാനിതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്തത് ഒന്ന് വറുത്തെടുക്കണം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പൊടിച്ച കടലമാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കുമ്പം ഈ കടലമാവിൻ്റെ പച്ച ചൊവയില്ലേ, അതൊക്കെ അങ്ങ് മാറിക്കിട്ടുവേ. വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി പനങ്കൽക്കണ്ടം എടുക്കാം. അതാകുമ്പോൾ ഹെൽത്തി ഓപ്ഷനാണ് കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം കുട്ടികൾക്ക് പനങ്കൽക്കണ്ടം കൊടുക്കുന്നതാണ് നല്ലത്. ഞാനൊരു 1/2 കപ്പ് പനങ്കൽക്കണ്ടം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തു. അതിൽ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വരും, നമ്മളതങ്ങ് എടുത്ത് മാറ്റിയാൽ മതിയേ. എന്നിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ ബൂന്തി എന്നൊക്കെ പറയാം, അതിട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നെയ്യും ഏലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് നമ്മുടെ കറുത്ത മുന്തിരിയില്ലേ അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഉരുട്ടി എടുക്കാൻ നോക്കി പറ്റിയില്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ കഴിച്ചാലും മതി, നല്ല ടേസ്റ്റ് ഉണ്ട്.